ഇന്നത്തെ നമ്മുടെ ഉമ്മച്ചിൻ്റെ അടുക്കളയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ചിക്കൻ ബുള്ളറ്റ്സ് എന്നാണ് ഇതിനൊരു നെയിം. അപ്പോൾ ഇത് ഒരു ബുള്ളറ്റ് ഷേപ്പിലിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിന് ഇങ്ങനത്തെ ഒരു പേര് വന്നിട്ടുള്ളത്. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ഒരു ചിക്കൻ ബുള്ളറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ളൊരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിലോട്ട് തന്നെ ഒരു 2-3 ഗാർലിക്ക് ഇതുപോലെ ചോപ്പ് ചെയ്തതും, 2 ചെറിയ ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചതും, പിന്നെ അതുപോലെ കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള 1 കപ്പ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ജസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ടുള്ളതാണ്. എന്നിട്ടൊന്ന് ഇങ്ങനെ പിച്ചി പറിച്ചിട്ടിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ബോൺലെസ് പീസ് എടുത്താൽ മതിയാവും. ഇതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും, പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് അങ്ങനെ ചേർത്താലും മതിയാവും. അപ്പോൾ ഞാനിവിടെ ചിക്കനും ഉരുളൻകിഴങ്ങും കൂടി ഒന്നിച്ചിട്ടാണ് വേവിച്ചെടുത്തത്, കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ലേശം ഉപ്പിട്ടാൽ മതിയാവും. ഒരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളിൽ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. വളരെ കുറച്ച് മതിയാവും. ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഗരം മസാലയ്ക്ക് പകരം. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം. ബ്രെഡ് പൊടിച്ചത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു നനവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ ക്യാരറ്റിൻ്റെയും ചിക്കൻ്റെയും കിഴങ്ങിൻ്റെയൊക്കെ ആ ഒരു നനവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ കയ്യിൽ ഇങ്ങനെ കുറച്ച് ചെറിയൊരു ബോൾ ആക്കിയ ശേഷം ഇതുപോലെ ഒന്നങ്ങ് കയ്യിലിട്ടിട്ട് ഒന്നങ്ങ് ഉരുട്ടി കൊടുക്കണം. ഒരു ബുള്ളറ്റിൻ്റെ ആ ഒരു ഷേപ്പ് നമ്മൾ ഒരു ബുള്ളറ്റ് ഷേപ്പിലൊക്കെ ആക്കിയെടുക്കുക. ഇതുപോലെ കയ്യിലിട്ട് ജസ്റ്റ് ഒന്നങ്ങ് പരത്തി കൊടുക്കാം. പരത്തല്ല, സത്യം പറഞ്ഞാൽ റോൾ ചെയ്യുക. നമ്മൾ കയ്യിലിട്ട് ജസ്റ്റ് ഒന്നങ്ങ് റോൾ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ നമുക്ക് ഓരോന്നും റെഡിയാക്കി എടുക്കണം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടി ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ബൗളിലും 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ബൗളിലായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ബ്രെഡ് പൊടിച്ചതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലെ ഒരു ബൗളിൽ മൈദയിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊരു ലൂസായിട്ടുള്ളൊരു ബാറ്ററാക്കി മാറ്റണം. നല്ല കട്ടിയിലല്ല, അത്യാവശ്യം നല്ല ലൂസിലുള്ള ബാറ്ററാക്കി മാറ്റണം ഇതുപോലെ. അപ്പോൾ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഓരോന്ന് എടുത്തിട്ട് ഫസ്റ്റ് മൈദപ്പൊടിയിൽ മുക്കി കൊടുക്കുക. എന്നിട്ട് മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, വെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കി വെച്ചതിൽ ഒന്ന് അങ്ങ് മുക്കി കൊടുക്കുക നന്നായിട്ട്. എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ ബ്രെഡ് പൊടിച്ചതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ ഓരോന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ ബ്രെഡിൽ നന്നായിട്ട് അങ്ങ് മുക്കിയെടുക്കണം. പൊതിഞ്ഞെടുത്തിട്ട് നമുക്കത് വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. ആദ്യം മൈദപ്പൊടിയിൽ, പിന്നെ വെള്ളം ചേർത്തിട്ടുള്ള മൈദയുടെ മിക്സിൽ, പിന്നെ ബ്രെഡിൽ ഇതുപോലെ ചെയ്തെടുക്കാം ഓരോന്നും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത്. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലോട്ടിട്ടിട്ട് നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു 4 വീതമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല, ആ ഒരു പേടിയൊന്നും വേണ്ട കേട്ടോ ആയിരിക്കും. അപ്പോൾ നല്ലോണം ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും. കാരണം അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ വെന്തതാണ് ഓൾറെഡി. കുറച്ച് മുളക് പൊടി ഉണ്ട് എക്സ്ട്രാ, നമ്മൾ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതങ്ങ് ബോയിലാകുമ്പോൾ അതങ്ങ് വെന്തോളും. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ചിക്കൻ ഉപയോഗിച്ചിട്ട് സ്നാക്സ് ഉണ്ടാക്കുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാവും ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തുക. താങ്ക്